അഭിവന്ദരായ റേഞ്ച് അധ്യക്ഷർ സയ്യിദ് മുസ്താഖുർ റഹ്മാൻ തങ്ങൾ, ജാറതകുണ്ടെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി നേതാക്കൾ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സജ്പ അധ്യക്ഷരും മറ്റ് പദാധികാരികൾ, കൂടുതൽ ആമുഖങ്ങളൊന്നും നീട്ടാതെ എല്ലാവരും ഇതുവരെ നടത്തിയ പ്രോഗ്രാമിന്റെ സമാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മറ്റ് റേഞ്ചുകളിൽ നിന്ന് വെറൈറ്റിയായി വ്യത്യസ്തമായി ഒരു സ്റ്റേജിൽ മാത്രം ഒതുക്കാതെ ഇവിടെ വന്നപ്പോൾ 2, 3, 4 സ്റ്റേജ് എന്തോ ശ്രദ്ധയിൽപ്പെട്ടു. 4 സ്റ്റേജുകളിലായി രാവിലെ മുതൽ ഇതുവരെ നടന്ന പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കൾ ദുനിയാവിൽ ഉപകാരപ്പെടണം, ആ മക്കൾ ആഖിറത്തിൽ ഉപകാരപ്പെടണം. ആ മക്കളെ കൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ സന്തോഷം ഉണ്ടാകണം. ആ മക്കളെ കൊണ്ട് നാടുകളിൽ സന്തോഷം ഉണ്ടാകണം. ആ മക്കളെ കൊണ്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണം. ആ മക്കളെ കൊണ്ട് വീടുകളിൽ സന്തോഷം ഉണ്ടാകണം. ആ മക്കളെ കൊണ്ട് ബാപ്പക്കും ഉമ്മക്കും സന്തോഷം ഉണ്ടാകണം. എല്ലാ ദുആയിലും നമ്മൾ ദുആരക്കുന്ന ദുആ ചെയ്യേണ്ട ദുആ ആണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർറിയ്യാതിനാ ഖുർറത അഅ്യുൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നൽകിയ മക്കൾ, ആ മക്കളെ ഞങ്ങൾക്ക് കണ്ണ് കുളിർമയുള്ളതാക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവർ മാതൃകയുള്ള മക്കളാക്കണം എന്നതാണ് ഒരു നിലയിൽ അതിന്റെ വ്യാഖ്യാനം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ SJM, നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷൻ SMA, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 100 രൂപ മാത്രം ചെലവഴിക്കുന്നതല്ലല്ലോ, ആയിരങ്ങൾ മാത്രം ചെലവഴിക്കുന്നതല്ലല്ലോ, പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അതും ഓരോരോ റേഞ്ചുകളിൽ. ഈ ലക്ഷക്കണക്കിന് ചെലവുകൾ മാത്രമല്ല, എത്രയാണ് അധ്വാനങ്ങൾ, എത്രയാണ് ഉറക്കൊഴിച്ചിൽ, എത്രയാണ് പ്രവർത്തനങ്ങൾ, എത്രയാണ് ചിന്തകൾ, എത്രയാണ് സംസാരങ്ങൾ. ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ മക്കളുടെ പുരോഗതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടി, അൽഹംദുലില്ലാഹ്, ഈ മക്കളാണ് നാളെ നമുക്ക് നേതൃത്വമായി വരേണ്ടത്. ഇവിടെ പ്രധാനമന്ത്രിമാർ ആവേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിമാർ ആവേണ്ടത് ആരാണ്? ജമാഅത്തിന്റെ പ്രസിഡന്റുമാർ ആവേണ്ടത് ആരാണ്? നാടിന്റെ വലിയ നേതൃത്വം ആവേണ്ടത് ആരാണ്? ഇന്നത്തെ മക്കളാണ്, ഇന്നത്തെ നമ്മുടെ റേഞ്ചിലുള്ള മദ്രസയിലുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ ആ മക്കൾ ഉയർന്ന രൂപത്തിൽ എത്തണമെങ്കിൽ, സാലിം സയ്യിദ് സർ ഇങ്ങോട്ട് വരി, ആ മക്കൾ വലിയ നിലയിൽ എത്തണമെങ്കിൽ, വലിയ ഉയർച്ചയിൽ എത്തണമെങ്കിൽ അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവുകൾ, അല്ലാഹു കൊടുത്ത കഴിവുകൾ, ആ കഴിവുകളെ നൈസർഗികമായ അവരുടെ വാസനകളെ, അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ടാകാം, പാട്ടുപാടാൻ കഴിയുന്നവരുണ്ടാകാം, ഖിറാഅത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നവരുണ്ടാകാം, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ടാകാം. ഇവിടെ തന്നെ ഞാൻ വരുമ്പോ അഭിവന്ദരായ തങ്ങളുടെ മകനോട് ഞാൻ ചോദിച്ചു, എന്തെല്ലാം പ്രോഗ്രാമുകൾ ഉണ്ട്? അദ്ദേഹം, ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇന്ന് ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉറുദു ഗാനത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പ്രാക്ടിക്കലായി ഉള്ള ഒരു വിഷയം പറഞ്ഞു. പ്രാക്ടിക്കലായി എനിക്കത്ര ഓർമ്മ വരുന്നില്ല. പ്രാക്ടിക്കലായി അൽഹംദുലില്ലാഹ് ആ രൂപത്തിൽ ഒരുപാട് മയ്യത്തുമായി ബന്ധപ്പെട്ട, വുളൂവുമായി ബന്ധപ്പെട്ട, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
അതിലും ഇവിടെ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണ്, പരിശുദ്ധമായ ഖുർആനാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശാപമാണ്, പരിശുദ്ധമായ ഖുർആനാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ശാപമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ ഓതി വഅദ് പറയുമ്പോൾ ചോദിച്ചു, ഹലാലായ രീതിയിൽ നിക്കാഹ് ചെയ്ത് ഹലാലായ രീതിയിൽ ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായ മക്കൾ എങ്ങനെയാണ് ഫിത്നയാകുന്നത്? അപ്പോഴാണ് മറുപടി പറഞ്ഞത്, നാടിന് മോശമായി വരുന്ന മക്കൾ, കുടുംബത്തിന് മോശമായി വരുന്ന മക്കൾ, എല്ലാവരെ കൊണ്ടും ബടക്ക് പറയിപ്പിക്കുന്ന മക്കൾ, അവർ എപ്പോഴും ശാപമാണ്, അവർ എപ്പോഴും വിഷമകരമാണ്. അൽഹംദുലില്ലാ, ഈ റേഞ്ചിലുള്ള സജിപ്പ് റേഞ്ചിലുള്ള എല്ലാ ഉസ്താദന്മാരും അൽഹംദുലില്ലാ നമ്മുടെ മക്കൾ നാടിന് ഗുണം ഉണ്ടാകുന്ന മക്കളാകണം. നമ്മുടെ മക്കൾ സമൂഹത്തിന് ഗുണമുള്ള മക്കളാകണം. നമ്മുടെ മക്കൾ ഉമ്മക്ക് ബാപ്പക്ക് അനുസരണയുള്ള മക്കളാകണമെന്ന ചിന്തയോടുകൂടെയാണ് ഈ രൂപത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി സഹകരിക്കുന്നതാരാണ്? നമ്മുടെ ഏത് വിഷയങ്ങളും വിജയിക്കണമെങ്കിൽ കേവലം ഉസ്താദന്മാർ മാത്രം മുന്നിട്ടിറങ്ങിയാൽ പോരാ. ആ ഉസ്താദന്മാരുടെ കൂടെ ഉമറാ ഉണ്ടാകുമ്പോ, ജമാഅത്തിന്റെ നേതാക്കൾ ഉണ്ടാകുമ്പോ, മാനേജ്മെന്റ് ഭാരവാഹികൾ ഉണ്ടാകുമ്പോ, ഇന്നിവിടെ സ്റ്റേജിൽ വലിയ വലിയ പ്രഗത്ഭരായ ഉമറാക്കളൊക്കെ കാണുകയാണ്. ജാരതഗുഡയിലുള്ള ജമാഅത്തിന്റെ നേതാക്കൾക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള ഉന്നതരായ നേതാക്കളെ കാണുകയാണ്. അവരൊക്കെ നമുക്ക് ധൈര്യമാണ്, അവരൊക്കെ നമുക്ക് ശക്തിയാണ്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഈ രൂപത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ, ഈ രൂപത്തിൽ നമുക്ക് ഇൽമു പഠിക്കാൻ, ഈ രൂപത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ സംവിധാനിക്കാൻ കാരണക്കാരാരാണ്? അതിൽ പ്രധാനപ്പെട്ട കാരണക്കാർ ഒന്ന് മഹാനായ ശൈഖുനാ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശൈഖുനാ നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. വലിയ ആലിമാണ് താജുൽ ഉലമാ ഉസ്താദ്. ഒറ്റ വാക്കിൽ പറഞ്ഞു ഇവിടെ ചുരുക്കുകയാണ്, ഇവിടെ സംസാരത്തിന്റെ സമയമല്ല, എല്ലാവരും തിരക്കുള്ളതാണ്. താജുൽ ഉലമാ ഉസ്താദ് അവർ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുമ്പോ, മഹാനവറുകൾ യഥാർത്ഥത്തിൽ ദക്ഷിണ കന്നഡയിൽ ജനിച്ച ആളല്ലല്ലോ, കർണാടകയിൽ ഐഡന്റിറ്റി കാർഡ് ഉള്ള ആള് അല്ലല്ലോ, നമ്മുടെ ഭാഗങ്ങളിൽ ഇവിടെ ചെറുപ്പത്തിൽ വളർന്നു വന്ന ആളല്ലല്ലോ. കോഴിക്കോട്, കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള കരുവന്തുരുത്തി പ്രദേശത്ത് അവിടെ നിന്ന് താമസിച്ചു വന്ന് അവിടെ നിന്ന് അങ്ങനെ എട്ടിക്കുളവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും വളരുകയും ചെയ്ത മഹാനായ താജുൽ ഉലമാ ഉസ്താദ് അവர்கள் നമ്മുടെ നാട്ടിലേക്ക് വന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ അന്ന് ഇസ്ലാം എന്തെന്ന് വേണ്ടതുപോലെ അറിയാത്ത ഒരു കാലഘട്ടം, ഇവിടെ ഈമാൻ എന്തെന്ന് വേണ്ടതുപോലെ അറിയാത്ത കാലഘട്ടം, ഇവിടെ ഹിദായത്തിന്റെ വഴി എന്താണെന്ന് അറിയാത്ത കാലഘട്ടം, ഇവിടെ സന്മാർഗം ഏത് രൂപത്തിലാണ് കൊണ്ടുവരേണ്ടതെന്ന് അറിയാത്ത ഒരു കാലഘട്ടം. നിസ്കാരം നിസ്കരിക്കാൻ അവർക്കറിയൂല, നോമ്പ് നോക്കാൻ അവർക്കറിയൂല, സക്കാത്ത് കൊടുക്കാൻ അവർക്കറിയൂല, ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും അറിയുകയില്ല. അന്ന് കാളവണ്ടിയിൽ വന്നിട്ട് ഉള്ളാളത്തു നിന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് നേതൃത്വം നൽകി. ഈ ദക്ഷിണ കന്നഡയുടെ, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ മലയും കുന്നുകളും താണ്ടിയിട്ട് നിരവധി ദിവസങ്ങളോളം 40 ദിവസങ്ങളോളം വഅദ് പറഞ്ഞിട്ട് ഇവിടെ പള്ളികൾ ഉണ്ടാക്കി താജുൽ ഉലമാ ഉസ്താദ്, ഇവിടെ മദ്രസകൾ ഉണ്ടാക്കി താജുൽ ഉലമാ ഉസ്താദ്. അവിടുത്തെ വഅദ് കൊണ്ട് മുഅ്മിനീങ്ങൾ, ഖൽബിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഈമാനിലേക്ക് അടുത്തു വന്നു. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു വശത്ത്, അങ്ങനെ മഹാനായ നൂറുൽ ഉലമാ എംഎ ഉസ്താദ് നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം. നൂറുൽ ഉലമാ എംഎ ഉസ്താദ് ആരാണ്? വലിയ അഗ്രഗണ്യനായ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. നൂറുൽ ഉലമാ എംഎ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്ന് 10,000-കണക്കിന് മദ്രസകൾ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ഒരുപാട് ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ കൺട്രികളിലും മദ്രസകൾ ഉണ്ട്. ആ മദ്രസക്ക് 2 സിലബസ് ഉണ്ട്. ആ മദ്രസക്ക് 2 സിലബസ് ഉണ്ട്. ഒരു സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട, ഒരു 2 മിനിറ്റ് എല്ലാവരും
ശ്രദ്ധിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും മദ്രസകൾ നടക്കുന്നുണ്ട്. ഇന്ന് ആ മദ്രസയിൽ ഇന്ന് അറിയപ്പെട്ട 2 സിലബസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ സുന്നി എഡ്യൂക്കേഷണൽ ബോർഡ്. ഇവിടെ ഈ ജാരതകുണ്ട് നടക്കുന്ന മദ്രസ, ഈ മദ്രസയുടെ മെയിൻ ഹെഡ് ഓഫീസ് എവിടെയാണ്? നിങ്ങൾക്കറിയുമല്ലോ, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ ജാരതകുണ്ട് നടക്കുന്ന മദ്രസയുടെ മെയിൻ ഹെഡ് എവിടെയാണ്? അതുപോലെ നമ്മുടെ സജ്പ റേഞ്ചിലുള്ള വിവിധ മദ്രസകളുടെ മെയിൻ ഹെഡ് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ മെയിൻ ഓഫീസ് ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ എല്ലാ നിയന്ത്രണവും നടത്തുന്നത് ന്യൂഡൽഹിയിലാണ്. ആ രൂപത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കയ്യൊപ്പ് നടത്തിയിട്ട് ഗവൺമെന്റിലേക്ക് എല്ലാ വിഷയങ്ങളും നടത്തപ്പെടുന്ന വിഷയം ഇന്ന് കാണുന്നില്ലേ? ഇന്ന് പാർലമെന്റിലുള്ള ചർച്ച എന്താണ്? ഇന്ന് രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ചർച്ച എന്താണ്? ഇന്ന് ഫാസിസത്തിന്റെ ഇടയിലുള്ള ചർച്ചകൾ എന്താണ്? എല്ലാ ചർച്ചകളും മാറ്റിയിട്ട് അവർ പറയുന്നത് എന്താണ്? മദ്രസ ഇവിടെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ്. ബാലകമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഇവിടെ വന്നിട്ട് ഇന്ന് പറയുന്നത് എന്താണ്? മദ്രസ ഇവിടെ പാടില്ല എന്ന്. കാരണം അവർക്കറിയാം, മദ്രസ ഉണ്ടായാൽ ഇവിടെ ദീന് നിലനിൽക്കും, ഇവിടെ പള്ളികൾ നിലനിൽക്കും, ഇവിടെ ഈമാനുള്ള ചെറുപ്പക്കാരുണ്ടാകും. തോന്നിവാസത്തിന് ആളെ കിട്ടൂല, റൗഡിസത്തിന് ആളെ കിട്ടൂല, അനാവശ്യങ്ങൾക്ക് ആളെ കിട്ടൂല എന്ന ഗൂഢതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ബാലകമ്മീഷൻ അടക്കമുള്ളവര് അവര് മദ്രസകളിൽ ഭയോത്പാദനം നടത്തുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് മദ്രസയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ അറിയാം, ഇവിടെ ദീനും ഇവിടെ സംസ്കാരവും ഇവിടെ ബാക്കിയുള്ള മുഴുവൻ പൈതൃകങ്ങളും നടക്കുന്നത് മദ്രസയിലൂടെയാണ് എന്നത്. മഹാനായ ശൈഖുനാ നൂറുൽ ഉലമ എം.എ. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ ഇന്ന് 2 സമസ്തയുണ്ട് ഇവിടെ, 2 സമസ്തയുണ്ട് ഇവിടെ. നമ്മൾ 2 സമസ്തയുടെ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. അല്ലാഹു ഉലമായിനൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ ആരെ പേരും പറയുന്നില്ല. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഒരു സമസ്തയുടെ അജയ്യ നേതൃത്വമായി നിൽക്കുകയാണ്. മറ്റത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഒരു സമസ്തയുടെ നേതൃത്വമായി നിൽക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഒരു ആലിമിനെയും ചീത്ത പറയാറില്ല, ഒരു തങ്ങന്മാരെയും കുറ്റം പറയാറില്ല. ഒറ്റ ആലിമിനെയും ചീത്ത പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. അവരൊക്കെ ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ നേതൃത്വത്തിന് അംഗീകരിച്ചിട്ട് നാടിനും സമൂഹത്തിനും ദീനിനും ഉപകാരമുള്ള പ്രവർത്തനവുമായി നീങ്ങുക. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന്റെ കീഴിൽ 10,000-കണക്കിന് മദ്രസകൾ ഇന്ന് ലോകത്ത് ഉണ്ട്. സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന്റെ കീഴിലായി 10,000-കണക്കിന് മദ്രസകൾ ഉണ്ട്. ആ 10,000-കണക്കിന് മദ്രസകളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ 1000-കണക്കിന് മദ്രസകൾ ഉണ്ട്. അതിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഒറ്റൊരു വാക്ക് പറയുന്നു, ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും പരിശുദ്ധമായ മദ്രസയിൽ വന്ന് സുബഹിന്റെ സമയത്ത് ഫാത്തിഹ ഓതിയാൽ ആ ഫാത്തിഹയെ ആദ്യം എത്തുന്നത് ഏത് ഖബറിലേക്കാണ്? ആദ്യം എത്തുന്നത് ഏത് ഖബറിലേക്കാണ്? അത് മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റെ ഖബറിലേക്കാണ്. എന്തുകൊണ്ട്? 2 സമസ്ത ഇവിടെ വരുന്നതിന് മുമ്പ്, 2 വിഭാഗം ഇവിടെ വരുന്നതിന് മുമ്പ് ഒറ്റ ഒരു സമസ്തയിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വമായി, താജുൽ ഉലമ ഉസ്താദ് നേതൃത്വമായി, ശംസുൽ ഉലമ നേതൃത്വമായി, സുൽത്താനുൽ ഉലമ നേതൃത്വമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ സമസ്തയുടെ മുശാവറ മീറ്റിംഗിലേക്ക് കേവലം 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ നടന്നു വരികയാണ്. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന വലിയ മഹാൻ, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ. ശംസുൽ ഉലമയാകുന്ന ഇൽമിന്റെ വലിയ കേദാരം, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ. താജുൽ ഉലമയാകുന്ന ലോക പ്രശസ്ത പണ്ഡിതൻ, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. അങ്ങനെയുള്ള വലിയ വലിയ അഗ്രഗണ്യരായ കടല് പോലെയുള്ള പണ്ഡിതന്മാരുടെ മുന്നിലേക്ക് 17, 18, 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാകുന്ന അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇനി നമുക്കിവിടെ ഇൽമിന്റെ സംരംഭം ഉണ്ടാകണമെങ്കിൽ മദ്രസാ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം, അതിന് സിലബസ് ഉണ്ടാകണം. ആ വന്ന ആളാണ് ശൈഖുനാ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. എം.എ. ഉസ്താദ് പറഞ്ഞു, ഞാൻ കേവലം നാവ് കൊണ്ട് പറയുന്നതല്ല, ഞാൻ അതിനു വേണ്ടി രൂപരേഖ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടിയുള്ള മേറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മേറ്റർ ഒന്ന് ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട്. മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ മേറ്റർ ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട്. മഹാനായ താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മേറ്റർ പരിശോധിക്കാനുണ്ട്.
കാരണം മീശ വന്നിട്ടില്ല വേണ്ടതുപോലെ, താടി മുളച്ചിട്ടില്ല വേണ്ടതുപോലെ. ചെറുപ്പക്കാരനായ നൂറുൽ ഉലമ ഉസ്താദ് അവர்கள் അഗ്രഗണ്യരായ കോട്ടുമല ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള അഗ്രഗണ്യരായ കടൽ പോലെയുള്ള ആലിമീങ്ങളെ മുന്നിൽ വന്ന് പറയുമ്പോ അവർ പരിശോധിക്കുകയാണ്, അവർ നോക്കുകയാണ്. സമയം വളരെ ചുരുക്കമാണ്, ഞാൻ നിർത്തുന്നു. അവർ പരിശോധിക്കുമ്പോ അതിലുള്ള ഓരോരോ വിഷയങ്ങൾ, അതിലുള്ള ഓരോരോ നിയമാവലികൾ, അതിലോരോ സിലബസുകൾ, അവർ മാത്രം പാഠ്യപദ്ധതികൾ, മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് മുഴുവനും അവർ ചർച്ച ചെയ്തപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായി ഈ മുതഅല്ലിം പറഞ്ഞതിനെ തള്ളിക്കളയാൻ കഴിയൂല, ഇതിനെ മാറ്റിമറിക്കാൻ കഴിയൂല. ശംസുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, എം.എ. എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായ മുതഅല്ലിം പറഞ്ഞ വിഷയങ്ങൾ ഗൗരവമായി എടുക്കണം. അങ്ങനെയാണ് നമ്മുടെ നാടിൽ മദ്രസകൾ വന്നത്, നമ്മുടെ നാടിൽ മദ്രസ സമ്പ്രദായങ്ങൾ വന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ജാരദകുട്ടയിലുള്ള മദ്രസയാവട്ടെ, ഇവിടെയുള്ള മിത്തബൈലിലുള്ള മദ്രസയാവട്ടെ, കല്ലടുക്കയിലുള്ള മദ്രസയാവട്ടെ, മംഗലാപുരത്തുള്ള മദ്രസയാവട്ടെ, കാസർഗോഡ് ജില്ലയിലുള്ള മദ്രസയാവട്ടെ, ഏത് മദ്രസയിലുള്ള ഏത് വിദ്യാർത്ഥികളും ഫാത്തിഹ ഓതുമ്പോ ആദ്യം പോകുന്നത് ജാമിയ സഅദിയയുടെ തിരുമുറ്റത്ത് കിടക്കുന്ന നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റെ ഹദറത്തിലാണ്. തുടങ്ങിയത് അവരാണ്. അവിടുത്തെ 55ാം വാർഷികം ഈ വരുന്ന 22, 23, 24 നവംബർ മാസത്തിൽ നടക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സഹകരിക്കണം. അവരൊക്കെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മഹാനായ സയ്യിദുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് ജാരദകുട്ടയിലുള്ള പലർക്കും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, എന്നെ പോലെയുള്ളവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ കണ്ടത് 50 വയസ്സ് കഴിഞ്ഞ താജുൽ ഉലമയാണ്, നമ്മൾ കണ്ടത് 70 വയസ്സ് കഴിഞ്ഞ താജുൽ ഉലമയാണ്. അതേ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ചെറിയ പ്രായമുള്ള സമയം, നല്ല യുവത്വം തുളുമ്പുന്ന സമയം, ഒരു സ്ഥലത്തേക്ക് വഅദിന് പോകും. അവിടെ പള്ളിയില്ല, അവിടെ മദ്രസയില്ല, അവിടെ നിസ്കരിക്കുന്ന ഒരു വിഷയങ്ങൾ അറിയൂല, അവിടെ ദീൻ എന്തെന്നറിയൂല. അവിടെ പോയി താജുൽ ഉലമ ഉസ്താദ് വഅദ് പറയുമ്പോൾ പറയും, വളരെ താഴ്മയോടുകൂടെ താജുൽ ഉലമ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയും, എനിക്ക് നാളെ ഇവിടെ നിൽക്കണം, കൈമടക്കിന് വേണ്ടിയല്ല, പൈസക്ക് വേണ്ടിയല്ല, വേറെ ലാഭത്തിന് വേണ്ടിയല്ല, നാളെയും എനിക്ക് ഇവിടെ വഅദ് പറയണം. ഇവിടെ പള്ളിയില്ലല്ലോ, ഇവിടെ മദ്രസയില്ലല്ലോ. അങ്ങനെയാണ് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ മദ്രസാ സമ്പ്രദായങ്ങളും അതുപോലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും നമ്മുടെ പള്ളികളൊക്കെ വന്നത്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. മഹാനായ താജുൽ ഉലമ ഉസ്താദ് ഒറ്റൊരു വാക്ക് പറയുന്നു, സംസാരം ഇന്ന് കൂടുതൽ നീട്ടുന്നില്ല. വലിയ ആലിമാണ്, വലിയ മഹാനാണ്, വലിയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ അംഗീകരിച്ചവരാണ്. എല്ലാവരും അംഗീകരിച്ചവരാണ്. എന്റെ ബാപ്പയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. മഹാനായ ശൈഖുനാ സുരിബൈൽ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. എന്റെ ബാപ്പ എന്നോട് പറഞ്ഞൊരു വിഷയം പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളാളത്ത് ഉറൂസ് നടക്കുകയാണ്, ഞാൻ നിർത്തി. ഉള്ളാളത്ത് ഉറൂസ് നടക്കുകയാണ്. ആ ഉറൂസ് നടക്കുമ്പോ അന്നിവിടെ 2 വിഭാഗമില്ല, സമസ്ത എന്ന് പറയുന്ന 2 വിഭാഗമില്ല. അതൊക്കെ 89-ലാണ് വന്നത്, 89-ന്റെ 88-ന്റെ ശേഷമാണ് വന്നത്. അതിനു മുമ്പ് നടക്കുന്ന ഉള്ളാളത്തെ വലിയ ഉറൂസ് നടക്കുമ്പോ വലിയ വലിയ ആലിമീങ്ങൾ സ്റ്റേജിലുണ്ട്. അതിനേക്കാളും വലിയ വലിയ ആലിമീങ്ങൾ, ആയിരക്കണക്കിന് ആലിമീങ്ങൾ സദസ്സിലുണ്ട്. മഹാനായ താജുൽ ഫഖഹാ ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ അവരൊക്കെ അന്ന് സദസ്സിലുണ്ട്, മുതഅല്ലിമായി സദസ്സിലുണ്ട്. അതിനേക്കാളും വലിയ വലിയ പണ്ഡിതന്മാർ വേദിയിലുണ്ട്. ഉറൂസിന് വേണ്ടി അവിടുന്ന് ഫാത്തിഹ വിളിച്ചു, അവിടുന്ന് ഇഖ്ലാസും മുഅവ്വിദത്തൈനിയൊക്കെ കഴിഞ്ഞു. ആ കഴിഞ്ഞ സമയത്ത് ദുആ ചെയ്യുന്നില്ല ആരും. സദസ്സിൽ നിന്ന് എല്ലാവരും നോക്കുകയാണ്, ഇന്ന് ആരാണ് ദുആ ചെയ്യുന്നത്. കാരണം എന്താണ്? അന്നത്തെ ഉറൂസിന്റെ സ്റ്റേജില് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാളത്ത് ഉണ്ട്. അന്നത്തെ ഉള്ളാളത്തെ ഉറൂസിന്റെ സ്റ്റേജില് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്. അന്നത്തെ ഉള്ളാളത്തെ ഉറൂസിന്റെ സ്റ്റേജില് കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. ഈ കെ ഉസ്താദ് അന്നത്തെ സ്റ്റേജിലുണ്ട്. മഹാനായ ഈ അടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അബ്ദുള്ള മുസ്ലിയാർ, മഹാനായ ശൈഖുനാ സജിപ്പ ഉസ്താദ്, ആ സജിപ്പ ഉസ്താദ് അന്ന് ആ സ്റ്റേജിലുണ്ട്. മഹാനായ കുണ്ടൂർ ഉസ്താദ് ആ സ്റ്റേജിലുണ്ട്. നമ്മളൊക്കെ സിയാറത്ത് ചെയ്യുന്ന ഒരു മഹാനാണ് ജാവക്കല്ല് വലിയുള്ള കലണ്ടർ ബാബ ജാവക്കല്ല് വലിയുള്ള. അന്നത്തെ ആ സമ്മേളനം നടക്കുന്ന ഉറൂസ് നടക്കുന്ന സ്റ്റേജിൽ ജാവക്കല്ല് വലിയുള്ള ഉണ്ട്. മഹാനായ താജുൽ ഉലമ ഉസ്താദും ഉണ്ടവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ ആലിമീങ്ങളും ചിന്തിക്കുന്നത് ഇന്ന് ആരാണ് ദുആക്ക് നേതൃത്വം
നൽകുന്നത്. കാരണം ഉള്ളാളം തങ്ങളുടെ ഉസ്താദാണല്ലോ കണ്ണിയത്ത് ഉസ്താദ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണല്ലോ ശംസുൽ ഉലമ ഉസ്താദ്. വലിയ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മഹാനാണല്ലോ ജാവക്കൽ വലിയുള്ള. മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യനാണെങ്കിലും അല്ലാഹു വലിയ തൗഫീഖ് നൽകിയ മഹാനാണ് സജിപ്പ ഉസ്താദ്. യഥാർത്ഥത്തിൽ എന്റെ നാട് കിന്നയാണ്. എന്റെ നാട് ഇപ്പോഴും കിന്ന ജമാഅത്തിലുള്ള ആളാണ്. എന്റെ നാട്ടുകാരനാണ് സജിപ്പ ഉസ്താദ്. ആ ഉസ്താദിന്റെ തറവാട്ട് വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു മുസ്ലിമിന്റെ തറവാട് വീട് അല്ലല്ലോ. അത് ഏതെങ്കിലും ആചാര തടവ് തറവാട് വീട് അല്ലല്ലോ. ഏതെങ്കിലും തങ്ങന്മാരെ തറവാട് വീടല്ലല്ലോ. സജിപ്പ ഉസ്താദിന്റെ തറവാട് വീട് അത് ആ മുസ്ലിമായ ചൂത്തർമാരെ വീടാണ്. കിന്നത്താണ് ആ വീട് ഉള്ളത്. അങ്ങനെ ചൂത്തറായി ജനിച്ചിട്ട് ആ മുസ്ലിമായി ജനിച്ച മഹാനായ അബ്ദുള്ള മുസ്ലിയാര് സജിപ്പ ഉസ്താദ് അല്ലാഹു വലിയ തൗഫീഖ് നൽകി. അവിടുന്ന് ഈമാൻ കിട്ടി. അവിടുന്ന് പിന്നെ മുതഅല്ലിമായി. അവിടുന്ന് പിന്നെ ഖതീബായി. അവിടുന്ന് പിന്നെ മുദർരിസായി. അവിടുന്ന് പിന്നെ ആലിമായി. വലിയ മിൻ ഔലിയാഇല്ലാഹി തആല അബ്ദുള്ള മുസ്ലിയാർ ഉണ്ടാകുന്ന സദസ്സിൽ, അതായത് സജിപ്പ ഉണ്ടാകുന്ന സദസ്സിൽ താജുൽ ഉലമ ഒരു ദിവസം പറഞ്ഞു, അബ്ദുള്ള മൊയ്ലാർ ദുആരക്കട്ടെ, അബ്ദുള്ള മൊയ്ലാർ ദുആരക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ മർത്തബയിലെത്തിയ സജിപ്പ ഉസ്താദ് ഈ നാട്ടുകാരനല്ലേ, ഈ പരിസരത്ത് ആത്മീയ നേതൃത്വം നൽകിയവരല്ലേ, അവരൊക്കെ ഉള്ള സദസ്സിൽ എല്ലാവരും ചിന്തിക്കുന്നത് ആരാണ് ദുആ ചെയ്യുന്നത്. ആരും ദുആ ചെയ്യാത്തത് കാണുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ചോദ്യം, എന്തടാ ദ്വാരക്കാത്തത്? ഫാത്തിഹ ഓതി കഴിഞ്ഞല്ലോ, എന്തടാ ദ്വാരക്കാത്തത്? ഇഖ്ലാസും മുഅവ്വദതൈനും ഓതി കഴിഞ്ഞല്ലോ, എന്തടാ ദ്വാരക്കാത്തത്? അപ്പോഴാണ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത്, നക്ക് പിടിയില്ല ആര് ദ്വാർക്കണോന്ന്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആര് ദുആ ചെയ്യണമെന്ന്. കാരണം ഉള്ളാളം തങ്ങളെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ, ശംസുൽ ഉലമ ഉണ്ടല്ലോ, ചാവക്കൽ വലിയുള്ള ഉണ്ടല്ലോ, സജിപ്പ ഉസ്താദ് ഉണ്ടല്ലോ, ആശിഖുർ റസൂലായ കുണ്ടൂർ ഉസ്താദ് ഉണ്ടല്ലോ. ആരാണ് ദ്വാരക്കേണ്ടതെന്ന് ഞങ്ങൾ അറിയൂല എന്ന് പറയുമ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കുഞ്ഞിക്കോയ തങ്ങളാകുന്ന ഉള്ളാളത്തെ തങ്ങളുണ്ടാകുമ്പോ പിന്നെ ആര് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടതില്ല. ഉള്ളാളത്തെ കുഞ്ഞിക്കോയ തങ്ങളുണ്ടാകുമ്പോ പിന്നെ ആരാണ് നേതൃത്വം നൽകേണ്ടതെന്ന് ചോദിക്കേണ്ടതില്ല. എന്നിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടുത്തുള്ള ശിഷ്യനായ മഹാനായ ശംസുൽ ഉലമ ഇകെ ഉസ്താദിനോട് പറഞ്ഞു, അങ്ങനെയല്ലേ ഇകെ, അങ്ങനെയല്ലേ ഇകെ, ഉള്ളാളത്തോറല്ലേ ദ്വാരക്കേണ്ടത്. അങ്ങനെ എല്ലാ ആലിമീങ്ങളും ഒരുപോലെ ആദരവ് നൽകിയ, എല്ലാ മഹാന്മാരും ഒരുപോലെ ആദരവ് നൽകിയ, എല്ലാ സയ്യിദന്മാരും ഒരുപോലെ ആദരവ് നൽകിയ ഇൽമിലാണെങ്കിലോ, ഞാനിപ്പോ ഇവിടെ ബഷീർ സഖാഫി ഉസ്താദിന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ വാട്സപ്പ് എടുത്ത് ഞാൻ നോക്കി, അതിലുള്ള ഒരു യൂട്യൂബ് ഞാൻ തുറന്നു നോക്കുമ്പോ താജുൽ ഉലമ ഉസ്താദിന്റെ പ്രഭാഷണമാണ്. അവിടെ നിന്ന് പറഞ്ഞു, എനിക്കല്ല ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, എനിക്ക് പല വിഷയങ്ങൾക്കും അല്ല മുടക്ക് തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ താജുൽ ഉലമ ഉസ്താദ് മംഗലം കഴിയുന്നത് 15ാമത്തെ വയസ്സിലാണ്. അവരെ ജ്യേഷ്ഠന് പൊതുവന്നിട്ട് ജ്യേഷ്ഠന് നിക്കാഹിന്റെ കളത്തിലേക്ക് വരുമ്പോ, ജ്യേഷ്ഠനില്ലാതിരിക്കുമ്പോ, ജ്യേഷ്ഠനെ കാണാതിരിക്കുമ്പോ കുടുംബക്കാര് നിർബന്ധം പറഞ്ഞപ്പോ 15ാമത്തെ വയസ്സിൽ മംഗലം കഴിഞ്ഞ ആളാണ് താജുൽ ഉലമ. അവിടെ നിന്ന് എന്ത് ചെയ്തു? മംഗലം കഴിഞ്ഞ പിറ്റന്നാള് പറഞ്ഞു, മംഗലം കഴിഞ്ഞതൊരു രസമാണ്, തിരിയള കിട്ടിയതൊരു റാഹത്താണ്, പക്ഷെ എന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ആകുന്ന കിതാബ് മുടക്കാൻ കഴിയില്ലല്ലോ, ഓത്തുമുടക്കാൻ കഴിയില്ലല്ലോ. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ഇൽമിൽ എനിക്ക് വലിയ അവഗാഹം നേടണമെന്ന് പറഞ്ഞ് 30 വയസ്സ് വരെ പിന്നെയും ബാഖിയാത്തുസ് സാലിഹാത്തിൽ പോയി ഇൽമു പഠിപ്പിച്ച്, തമിഴ്നാട്ടിലുള്ള ബാഖിയാത്തുസ് സാലിഹാത്ത് ആണെന്നറിയപ്പെട്ട കോളേജ് പട്ടിക്കാട് ജാമിഅ നൂരിയനേക്കാൾ മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ പഴയ സ്ഥാപനം അതാണല്ലോ. ആ സ്ഥാപനത്തിൽ
മഹല്ലത്തിൽ മുദരിസാവാൻ പോലും ഭാഗ്യം ലഭിച്ച ആളാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമ ഒറ്റൊരു വാക്ക് നിങ്ങളോട് പറയുന്നു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മഹാനായ താജുൽ ഉലമ ഉസ്താദ് അവറുകള് അൽഹംദുലില്ലാഹ് മഹാനായ സയ്യിദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ സംസാരം നിർത്തി, നീണ്ടുപോകുന്നത് കൊണ്ട് ഒറ്റൊരു വാക്ക് നിങ്ങളെ മുന്നിൽ പറയുകയാണ്. താജുൽ ഉലമ ഉസ്താദ് അവറുകള് അവര് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. അവര് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വമായിരുന്നു. അൽഹംദുലില്ലാഹ് ഈ വേദിയിലുള്ള സയ്യിദന്മാരെ ആലിമീങ്ങളെ ഉമറാക്കളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഓ ഉമറാക്കളെ, താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ അംഗീകരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തനം നടത്തിയാൽ നിങ്ങൾക്ക് അല്ലാഹു പരാജയം തരൂല, നിങ്ങൾക്ക് അല്ലാഹു ലോസ് തരൂല. മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ വിഷയം എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? ഞാൻ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മുടങ്ങാതെ ഫാത്തിഹ ഓതാറുണ്ട്. അവരുടെ ബർക്കത്ത് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാഹു വലിയ ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ ജാരദഗുഡ മഹല്ലിലുള്ള ഈ വിഷയം കാണുമ്പോ 4 സ്ഥലങ്ങളിലായി 4 സോണുകളിലായി വ്യത്യസ്തമായ രീതിയിലുള്ള വെറൈറ്റി ആയ പ്രോഗ്രാം കാണുമ്പോ ഈ നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികള്, ഈ നാട്ടിലുള്ള ബാല്യക്കാര്, ഈ സജുപ്പ് റേഞ്ചിലുള്ള ഓരോരോ ഉമറാക്കള്, ഓരോരോ എസ്എംഐയുടെ ഭാരവാഹികൾ എത്ര ദിവസമാണ് ഇതിനധ്വാനിച്ചത്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഒറ്റൊരു വിഷയം നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമയുടെ അനുസ്മരണമായത് കൊണ്ട് പറയുകയാണ്. അവിടുന്ന് ശരീരത്തിന് ഒരു ചെറിയ വേദന ഉണ്ടായി, നടുവിന് ചെറിയ വേദന ഉണ്ടായി. ഈ വാക്ക് പറഞ്ഞ് മാത്രം ഞാൻ നിർത്തുന്നു. അവിടത്തേക്ക് ഡിസ്കിന് ചെറിയ ബുദ്ധിമുട്ട് വന്നു പോയി. മഹാനായ താജുൽ ഉലമ ഉസ്താദ് അവർക്ക് വിഷമമായി. അവിടുന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നരമ്പ് മുഴുവനും വീക്കായിട്ടുണ്ട്, നരമ്പ് മുഴുവനും വീക്കായിട്ടുണ്ട്. ഈ രോഗം ഇനി പെട്ടെന്ന് മാറൂല. യഥാർത്ഥത്തിൽ അന്ന് ആ രോഗം വരുമ്പോ താജുൽ ഉലമക്ക് 50 വയസ്സ് പോലും 50 വയസ്സ് പോലും ആയിട്ടില്ല. വല്ലാത്ത രൂപത്തിൽ പ്രയാസം വന്നു. നിൽക്കാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞതിന് പ്രതിവിധിയില്ലെന്നാണ്. പിന്നെ പലരും പറഞ്ഞു അവിടെ ഇന്ന ഡോക്ടറുണ്ട്, ഇന്ന മരുന്നുണ്ടെന്ന് പറയുമ്പോ പറഞ്ഞു, ഓ കൂട്ടുകാരെ, ഓ നാട്ടുകാരെ, ഇനി ഒരു മരുന്നും ഞാൻ സ്വീകരിക്കൂല. എന്റെ നരമ്പ് മുഴുവനും ഡിസ്ക് മുഴുവനും വീക്കായി എന്നാണ് പറയുന്നത്. എന്നെ കൊണ്ടുപോകാൻ കഴിയോ ഇലാ മദീനത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്ര ഇഷ്ക് വെച്ച ഒരു മഹാനെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഒരു തങ്ങളെ കണ്ടിട്ടില്ല, ഒരു ആലിമിനെ കണ്ടിട്ടില്ല. വെറുതെ വെറും വാക്ക് പറയുന്നതല്ല. ഞാൻ ചുരുക്കുകയാണ്. അവിടെ എന്ത് ചെയ്തു? മക്കത്തേക്ക് കൊണ്ടുപോയി. കൂടെ ഉള്ളവര് ഡോക്ടർമാർ വേണ്ടെന്ന് വാശി പിടിച്ചപ്പോ, മരുന്ന് വേണ്ടെന്ന് വാശി പിടിച്ചപ്പോ, ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് വാശി പിടിച്ചപ്പോ മക്കത്തേക്ക് പോയി. അല്ലാഹുവിന്റെ കഅബന്റെ മുന്നിൽ നിന്ന് താജുൽ ഉലമ ഉസ്താദ് പൊട്ടിക്കരയുകയാണ്. കഅബനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ കഅബ, നീ റബ്ബിന്റെ വീടല്ലേ, നിന്റെ ഭാഗത്തല്ലേ സ്വർഗത്തിന്റെ കല്ലുള്ളത്, നിന്റെ ഒരു ഭാഗത്തല്ലേ എന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബിന്റെ കാലടിപ്പാടുകൾ ഉള്ളത്, അമ്പിയാക്കൾ നടന്ന ഓരോരോ മണൽത്തരികളല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ കഅബന്റെ മുന്നിൽ ഞാൻ ദുആരക്കുകയാണ്. എങ്ങനെയാണ് ദുആരക്കുന്നത്? എങ്ങനെയാണ് ദുആരക്കുന്നത്? നിന്റെ കഅബയാകുന്ന നിന്റെ റബ്ബിന്റെ പേര് വിളിച്ചിട്ട് ഞാൻ ദുആരക്കുകയാണ്. യാ അല്ലാഹു ജല്ല ജലാലുഹു, യാ അല്ലാഹു ജല്ല ജലാലുഹു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 100 പ്രാവശ്യമല്ല, 1000 പ്രാവശ്യമല്ല, 1,00,000 ചൊല്ലുകയാണ്. എത്ര? 1,00,000 ചൊല്ലുകയാണ്. യാ അല്ലാഹു ജല്ല ജലാലുഹു, യാ റഹ്മാനു ജല്ല ജലാലുഹു, അത് വേറെ 1,00,000 ചൊല്ലുകയാണ്. യാ റഹീമു ജല്ല ജലാലുഹു, അതും വേറെ 1,00,000 ചൊല്ലുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പേര് ചൂട്ടുപൊഴുത്ത ഭൂമിയില് കഅബയുടെ മുന്നില് മഴയില്ലല്ലോ, അവിടെ കൊടയില്ലല്ലോ, അവിടെ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ എസിയുടെ അല്ലെങ്കിൽ ഫാനിന്റെ യാതൊരു ശീതീകരിച്ച ഒരു സംവിധാനവും ഇല്ലല്ലോ. ആ ചുട്ടുപൊഴുത്ത ഭൂമിയില് നിൽക്കാൻ കഴിയാത്ത താജുൽ ഉലമ, ആ രോഗം വന്ന് ഇരിക്കാൻ കഴിയാത്ത താജുൽ ഉലമ അവിടുന്ന് 99 ലക്ഷം ചൊല്ലുകയാണ്. 10 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ 1 കോടിയാകുന്ന 1 കോടി പൂർത്തീകരിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ അങ്ങട്ട് ചൊല്ലുകയാണ്. 1 കോടി പൂർത്തിയാക്കുകയാണ്. അവിടുന്ന് കൂടെയുള്ളവർ കൈപിടിച്ചിട്ട് റൂമിലേക്ക് വിശ്രമത്തിന് കൊണ്ടുപോകുമ്പോ പറഞ്ഞു, വേണ്ട, എനിക്ക് വിശ്രമം വേണ്ട, എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉപ്പാപ്പന്റെ അടുത്ത് കൊണ്ടുപോകണം. ഇത് നമ്മുടെ ഖാദിയായിരുന്ന താജുൽ ഉലമയുടെ വിഷയമാണ് പറയുന്നത്. മദീനയിലേക്ക് കൊണ്ടുപോകുന്നു. വിശദമായി പറയേണ്ട വിഷയമാണ്. എനിക്കും തിരക്കുണ്ട്, നിങ്ങൾക്കും തിരക്കുണ്ട്. മദീനയിൽ കൊണ്ടുപോയി ലോഡ്ജിലേക്ക് കൊണ്ടുപോകുമ്പോ, ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുമ്പോ, വേണ്ട, എനിക്ക് എന്റെ എന്റെ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പന്റെ മുന്നിൽ മതി എന്ന് പറഞ്ഞു മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് അവിടുന്ന് സ്വലാത്ത് എല്ലാം തുടങ്ങി. ഒരു തിങ്കളാഴ്ച രാവ് അവിടെ ഇരുന്ന് ചൊല്ലിയിട്ട് കണ്ണിലേക്ക് ഉറക്ക് വരുമ്പോ സ്വപ്നത്തിലൂടെ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് പേരക്കുട്ടി, എന്താണ് പുള്ളി ബേജാറുള്ളത്? എന്റെ ഡിസ്കിന്റെ വേദനയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇത് മാറൂല, ഈ രോഗം മാറൂല, അതിനൊരു പരിഹാരം വേണമെന്ന് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബേജാറാവണ്ട, ഡോക്ടർമാരല്ലേ മാറൂല എന്ന് പറഞ്ഞത്, ഡോക്ടർമാരല്ലേ ട്രീറ്റ്മെന്റിൽ എന്ന് പറഞ്ഞത്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒന്ന് തടവി 90 കഴിഞ്ഞ താജുൽ ഉലമ ജാരത കൊണ്ട് റൂസിന് ഇവിടെ വന്നപ്പോ അവിടുത്തെ നടുവിന്റെ വേദന നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെ റസൂലുള്ളാഹിന്റെ പ്രത്യേകമായ ഹിഫ്ളുള്ള മദദുള്ള ഇനായത്തുള്ള താജുൽ ഉലമ നൂറുൽ ഉലമ വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കഫംപുട പുതപ്പിക്കുമ്പോ ഇന്ന് കഫംപുട പുതപ്പിക്കണം. കാരണം ആ കഫംപുടയിൽ ഞാൻ റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്ത് മരിക്കുമ്പോ കഫംപുടയിൽ ശഅർ മുബാറക് വെച്ചിട്ട് വഫാത്തായ നൂറുൽ ഉലമ, നീ അവരെയൊക്കെ ദറജ ഉയർത്തണം അല്ലാഹ്. ഇവിടെ കിടക്കുന്ന മഹാന്മാരെ കാവലും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശാലമായി നമുക്ക് പിന്നെ സംസാരിക്കാം. മഹാനായ മർഹൂം ശൈഖുനാ സുരുവൈൽ ഉസ്താദ് ഈ സ്റ്റേജിലുള്ള എല്ലാ നേതാക്കളോടും അതുപോലെ ഇവിടെയുള്ള എല്ലാവരോടും ഉസ്താദിന്റെ ആണ്ട് നേർച്ച ഈ വരുന്ന 14-15 തീയതികൾ നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം. അതിനോടനുബന്ധിച്ചിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച നവംബർ 1-ാം തീയതി മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഗ്രാൻഡ് മദനിയ മജ്ലിസ് സുരുവൈൽ ദാറുൽ അസ്കരിൽ നടക്കുകയാണ്. എല്ലാവരും ആ പരിപാടി വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഇവിടെയുള്ള നേതാക്കളെയൊക്കെ പ്രത്യേകമായി ക്ഷണിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാനും ഒരു പെട്ടെന്ന് മഗ്രിബിന് മുമ്പ് തന്നെ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ വന്നത്. ഈ പരിപാടികളൊക്കെ തർത്തീബ് മുടങ്ങാൻ പാടില്ല എന്ന രീതിയിലാണ് ഇത്ര സമയം നീട്ടിയത്. താജുൽ ഉലമയുടെ വിഷയം പറയുമ്പോൾ കുറച്ച് സംശയം നീണ്ടുപോയി. എല്ലാവരോടും പൊരുത്തം ചോദിച്ച്, സമ്മതം ചോദിച്ച്, ക്ഷമ ചോദിച്ച് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട സന്തൽ എല്ലാ മഹല്ലുകളിലും വരുമ്പോൾ ഈ സജുപ്പ റേഞ്ചിലുള്ള എല്ലാ മഹല്ലുകളിലും ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രചരണങ്ങൾ ഉണ്ടാകണം. ഈ റേഞ്ചിന്റെ വകയായിട്ടുള്ള കൺവെൻഷൻ ഈ വരുന്ന നവംബർ 7-ാം തീയതി ജലാലിയ റാത്തീബിനോടനുബന്ധിച്ച് ചട്ടക്കലിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിലേക്കും ഇൻഷാ അല്ലാഹ് 7-ാം തീയതി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.